ഹായ്, ഇന്ന് നമ്മള് ഷോപ്പ് ടൂർ ആട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷോപ്പ് നേരത്തെ മൂവാറ്റുപുഴയായിരുന്നു. നമുക്ക് കുറെ പേർക്കെങ്കിലും അറിയാലോ. അത് നമ്മൾ റീലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആലുവയ്ക്കാണ്. ആലുവയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ഷോപ്പ് ടൂർ ചെയ്യണമെന്ന് നമുക്ക് ഒരു വാട്സപ്പിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ തന്നെ എൻക്വയറീസ് കുറെ ഉണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് നമ്മളൊരു ഈ ആലുവയിലെ ഷോപ്പ് ടൂർ ഒന്ന് ചെയ്തേക്കാന്ന് ഓർത്ത്. അപ്പൊ നിങ്ങൾക്ക് പ്രോഡക്റ്റും നമ്മളുടെ എന്താ പറയാ ടീം മെമ്പേഴ്സിനെയും കൂടെ ഒന്ന് കൂട്ടത്തിൽ പരിചയപ്പെടുത്താം കേട്ടോ. ആദ്യം തന്നെ ഇദ്ദേഹം നമ്മുടെ ഇപ്പം ഈ ഷോപ്പിൽ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. ആളുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. നമ്മൾ ഷോപ്പ് ഇൻചാർജ് ആയിട്ട് ആളെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതേപോലെ സെയിൽസ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ വരുന്നവരെ സെയിൽസും കാര്യങ്ങളും നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതേപോലെ നമ്മുടെ പഴയ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്. ആലുവയ്ക്ക് വന്നെങ്കിലും ആളെന്റെ ഒപ്പം തന്നെ ഉണ്ട്. ഞാൻ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാരണം ഈ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മള് ആലുവയ്ക്ക് പോകുന്നെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആളെന്റെ കൂടെ ആയിട്ട് 2 വർഷമായി. അപ്പൊ നമ്മുടെ ഓൺലൈനിൽ നോക്കുന്ന നിങ്ങള് ചാറ്റ് ചെയ്യുമ്പോൾ റിപ്ലൈ തരുന്നതും എടുക്കുന്നതും ഒക്കെ തരുന്നത് ഇദ്ദേഹമാണ് തരുന്നത്. അപ്പൊ നമ്മുടെ പഴയ ആളാണ്. നമ്മുടെ വീഡിയോയിലൊക്കെ നേരത്തെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആള് വർക്ക് ഫ്രം ഹോം ആയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ബാക്ക് ആൻഡ് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതിന്റെയാണ് ചിലപ്പോ ഒക്കെ നിങ്ങൾക്ക് ചില ഡിലേസ് ഒക്കെ ഫോട്ടോസിനൊക്കെ വരുന്ന. കാരണം ഷോപ്പില് വോക്കിൻസും കൂടെ കയറി വരുമ്പം ഇവരുടെ ഇവിടെ നിന്നുള്ള സപ്പോർട്ട് കുറയുമ്പോഴാണ് ആൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ആള് ഡീൽ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഒരാളുടെ ജോലി നമുക്ക് എങ്ങനെയാണ് റീറ്റെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കളയാൻ എളുപ്പമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒപ്പം തന്നെ ചേർത്ത് പിടിച്ചേക്കാണ്. അപ്പൊ ഇന്നത്തെ ഷോപ്പ് ടൂർ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ആൾക്ക് എന്റെ മൈക്ക് ഞാൻ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് കേട്ടോ. ഇത് വരുന്നത് ന്യൂ ബോൺ ബേബി ഡ്രസ്സുകളാണ് ഫസ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആക്സസറീസ് ആണ് മേളിൽ വരുന്ന കുറെ ഐറ്റംസ് ആക്സസറീസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഓയില്, ലോഷൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് മേളിലിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫീഡിങ് പില്ലോ ആണ് വരുന്ന ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ബേബി ബെഡ് വരുന്നുണ്ട്. നമുക്ക് ബേബി ബെഡ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് വരുന്നത്, ബേബി ബെഡ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്നത് ടവൽസ് അങ്ങനെയുള്ളൊരു സെക്ഷനിൽ ടവൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ ഫസ്റ്റ് ലെയറിൽ വരുന്ന ഇതിലിരിക്കുന്നത്. താഴത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗിഫ്റ്റ് പർപ്പസിനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ് ഈ താഴത്തെ ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ബേബി ഡൈപ്പർ ആണ്. നമുക്ക് സ്മോൾ സൈസും ന്യൂ ബോൺ ബേബീസിന്റെ ഡൈപ്പേഴ്സും ആണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ വൈപ്സ്, പ്യുവർ വാട്ടർ കണ്ടന്റ് ഉള്ള 99% വാട്ടർ കണ്ടന്റ് ഉള്ള വൈപ്സ് ആണ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ആക്സസറീസ് ആയിട്ട് ബ്രാ റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസറീസ് ഉണ്ട്. 4 ഹുക്ക്, 3 ഹുക്ക്, എക്സ്റ്റൻഡർ, ഷോൾഡർ സപ്പോർട്ട്, ഇത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബി ലോഷൻസ് നമ്മൾ കാണിച്ചതാണ് അവിടെ ഇരിക്കുന്നതിൻ്റെ ബാലൻസ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ബ്രായാണ് നോക്കാൻ പോകുന്നത്. ബ്രാ നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ തൊട്ട് 1500 രൂപ റേഞ്ച് വരെ വരുന്ന ബ്രാസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതാണ് ബ്രായുടെ സെക്ഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് കുറച്ച് ബ്രാ വെച്ചിട്ടുണ്ട് മുകളിൽ. അതിന്റെ ഇപ്പോഴത്തെ സൈഡ് കംപ്ലീറ്റ് നമ്മൾ പാൻറ്റീസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാൻറ്റീസ് നമ്മുടെ കയ്യിലൊരു 60 രൂപ റേഞ്ച് തൊട്ട് 250, 300 റേഞ്ച് വരെ വരുന്ന പാൻറ്റീസിന്റെ കളക്ഷൻസ് ഉണ്ട്. ഏറ്റവും താഴത്തെ സെക്ഷൻ വരുന്നത് കംപ്ലീറ്റ് സ്ലിപ്സ് ആണ്. അങ്ങനെയുള്ള ടൈറ്റ്സ് ആൻഡ് സ്ലിപ്സ് അങ്ങനെയുള്ള ഒരു സെക്ഷനാണ് വരുന്നത്. ഇത് വന്നിട്ട് നൈറ്റ് വെയർ പൈജാമ ആണ് കിടക്കുന്നത്. സിംഗിൾ ഇതായിട്ടുള്ള പൈജാമകളാണ് കിടക്കുന്നത്. ഇത് ടീഷർട്ട് ആണ്. ഇത് നൈറ്റ് വെയർ ഷോർട്സ് ആണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കഫ്താൻ ഐറ്റംസ്, കഫ്താൻ റിലേറ്റഡ് ആ ഒരു മോഡലിൽ ഫുൾ കഫ്താനും ഷോർട്ട് കഫ്താനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത് കഫ്താൻ്റെ തന്നെ കോട്ടൺ അങ്ങനെയുള്ള ഐറ്റംസ് ആയി കിടക്കുന്നത്. താഴത്ത് വന്നിട്ട് നൈറ്റീസ് ആണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫീഡിങ് പൈജാമ സെറ്റ് ആണ് ഫസ്റ്റ് നമ്മൾ കിടക്കുന്നത്. ബനിയനിൽ വരുന്ന ഫീഡിങ് പൈജാമ സെറ്റ് ആണ് വരുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പം നൈറ്റ് വെയർ, ഷോർട്ട് നൈറ്റീസ് എന്ന് പറയും. നമുക്ക് ഫീഡിങ് ഷോർട്ട് നൈറ്റീസ് ആണ് ഈ കംപ്ലീറ്റ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചിരിക്കുന്നത് ഹിപ്പ് പാൻറ്റിയാണ്. ബാക്ക് പാഡ് വരുന്നതും സൈഡ് പാഡ് വരുന്ന പാൻറ്റീസ് ആണ് ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് കാണാം പൈജാമ സെറ്റ് തന്നെ, നോർമൽ ഫീഡിങ് അല്ലാത്ത നോർമൽ പൈജാമ സെറ്റുകളാണ് ഈ ഇട്ടിരിക്കുന്നത്. മേളിൽ കിടക്കുന്ന കംപ്ലീറ്റ് പൈജാമയുടെ ഐറ്റംസ് ആണ്. ഫുൾ പാൻറ് വരുന്നത് പൈജാമ വരുന്ന ഐറ്റംസും ഉണ്ട്. താഴത്ത് വന്നിട്ട് ഫീഡിങ് ടോപ്സ് ആണുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഫീഡിങ് ടോപ്സിന്റെ ഒരു സെക്ഷനാണ് ഈ താഴത്ത് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോഡി പില്ലോ ഉണ്ട്. നമ്മുടെ മെറ്റേണിറ്റി ടൈമിങ്ങിൽ ബോഡി പില്ലോ ആണ് ആ മേളിൽ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഏറെക്കുറെ ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? പിന്നെ വേറെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അത് തുടക്കത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഓൺലൈനിൽ നോർമലി ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വീഡിയോസ് എല്ലാം ഞാൻ എടുക്കുന്നതെങ്കിൽ കൂടിയും നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് ഷോപ്പ് ഉണ്ടോ. അത് മേ ബി അവരെ നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ന് ഓൺലൈൻ ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ അറിയാനുള്ള ഒരു ആകാംക്ഷ, ഇത് ഞങ്ങൾ ജെന്യുവിൻ ആയിട്ടുള്ളവരാണോ, അതായത് വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണോ എന്നൊക്കെ ഒന്ന് അറിയാൻ കൂടിയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എന്റെ ഓൺലൈൻ നോക്കുന്ന കുട്ടിയും പറഞ്ഞു, മാഡം എന്തായാലും ഒരു ഷോപ്പ് ടൂർ ചെയ്യൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഡൗട്ടാണ്, ഷോപ്പ് ഉണ്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് കാണിച്ചിട്ടും കൂടി എനിക്ക് തോന്നും മനസ്സിലാവണില്ലാന്ന്. നമുക്ക് ഷോപ്പ് ഉള്ളവർ തന്നെയാണ്. ആലുവ ചുണങ്ങംവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഷോപ്പ് ഉള്ളത്. നമ്മൾ മൂവാറ്റുപുഴയിൽ 2 വർഷമായിട്ട് ഉണ്ടായിരുന്നു. കുറച്ച് എന്താ പറയാ, എനിക്ക് ട്രാവൽ ബുദ്ധിമുട്ടും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഷോപ്പ് ആലുവയിലേക്ക് എന്റെ വീടിന്റെ അടുത്തോട്ട് മാറ്റാൻ കാരണമായത്. രാജഗിരിക്ക് അടുത്തായിട്ട്, അതായത് പെരുമ്പാവൂർ സൈഡിൽ നിന്ന് വരുന്നവർക്ക് രാജഗിരി അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നതും. ആലുവ ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് സെന്റ് ജോസഫ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിന് അടുത്തുമായിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് വരുന്നത്. ഈ ഷോപ്പ് രജിസ്റ്റേർഡ് ഷോപ്പാണ്. അതായത് ഗവൺമെന്റ് രീതിക്ക് അനുസരിച്ച് GSTയും കാര്യങ്ങളും എല്ലാം എടുത്ത് രജിസ്റ്റർ ചെയ്ത്, നമ്മളുടെ സ്റ്റാഫുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഒരു പക്ക ഒരു എന്താ പറയാ ഷോപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ എല്ലാം അത്യാവശ്യം ചില പ്രോഡക്റ്റ് നമുക്ക് സ്റ്റോക്ക് ചെയ്താലും നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അത് സ്റ്റോക്ക് ഔട്ട് ആയി പോവാം. പക്ഷെ ഡിലേ വരുന്നത് നമുക്ക് ആ പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ള ഡിലേയും കൊണ്ട് കാര്യങ്ങളും കൊണ്ടൊക്കെ ഉള്ളൂ. പക്ഷെ റീഫണ്ട് ചെയ്തിരിക്കുന്ന ഇഷ്ടം പോലെ നമ്മൾക്ക് കസ്റ്റമേഴ്സും കാര്യങ്ങളും ഉണ്ട്. തിരിച്ച് റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ റീൽസും കാര്യങ്ങളായിട്ട് ഇടുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുമുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് കൂടുതൽ പറയാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ അതും കൂടെ ഞാൻ ഇതിപ്പോ ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതുപോലെ ജെനുവിൻ ആയിട്ട് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടത്തുന്ന ആൾക്കാർ പെട്ടവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഷോപ്പ് റിലേറ്റഡ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റും കൂടെ ഒന്ന് ഇട്ടാൽ നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈയും കൂടെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.